ജമാഅത്തെ ഇസ്ലാമി എന്നെല്ലാം പറഞ്ഞത് ഇവനെല്ലാം കൂടി ചേർത്ത് കൂടി തോറ്റ് തുന്നം പാടും ഈ കേരളത്തിൽ. ഒരു സംശയവും വേണ്ട, ഞങ്ങൾക്കതിൽ യാതൊരു ഉത്കണ്ഠയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു ഉത്കണ്ഠയുണ്ടെങ്കിലല്ലേ ഞങ്ങൾ ഇതിൻ്റെ വില കൊണ്ടേയുള്ളൂ. ഞങ്ങളിത് രാഷ്ട്രീയമായിട്ട് പറയാണ്, ലീഗിനോട് ചോദിക്കുകയാണ്, കോൺഗ്രസിനോട് ചോദിക്കുകയാണ്. കോലിബി സഖ്യത്തിൻ്റെ ഒപ്പം ഈ പറയുന്ന രീതിയിലുള്ള ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിച്ചേർത്ത് അതിൻ്റെ ബ്രാൻഡ് അംബാസഡറായി അല്ലെങ്കിൽ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ നേതാവുള്ള ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്തിനാണ് ഉത്കണ്ഠപ്പെടേണ്ടത്? ഇത് നമ്മളെ ഗോവിന്ദൻ മാഷ് പറഞ്ഞത് കേട്ടില്ലേ? 40 വർഷത്തോളം ഇവരെ കൂടെയായിരുന്നു ഈ പറയുന്ന ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ നാട്ടിൽ നീർക്കൂലിയാണ്. പക്ഷെ അതിനെ രാജവമ്പാലാക്കിയിട്ട് അതിനെ വലിയൊരു മുർഖനാക്കിയിട്ട് ഇവർ ചിത്രീകരിക്കുകയാണ്. അത് എന്നിട്ട് എല്ലായിടത്തും കൊത്തി എല്ലാ മനുഷ്യരും കൊല്ലും എന്നുള്ളതാണ്. കാരണം ഈ 40 വർഷത്തോളം ഇവരെ സഞ്ചിയിലായിരുന്നു ഇവർ ഈ പറയുന്ന നീർക്കോലി. ഇന്ന് ഇവർ മൂർഖൻ എന്ന് പറയുന്ന ആ ജമാഅത്ത് ഇസ്ലാമി. ഈ മാഷന്നെ, ഈ ഗോവിന്ദ മാഷന്നെ ഇതിനു മുമ്പ് പത്രക്കാരോട് പറഞ്ഞതും നമ്മൾ കണ്ടതാണ്. ജമാഅത്ത് ഇസ്ലാമി അതൊരു ചെറിയ സംഘടന, അതിനെ നമ്മളെന്തിനാണ് വലുതാക്കണേ എന്നുള്ളത് മൂപ്പര് വേറെ സ്ഥലത്ത് പറഞ്ഞിരുന്നു. ഇപ്പം മൂപ്പര് പറഞ്ഞാൽ എന്താ വെച്ചാൽ, കാരണം അവരെ കൂടെ നിൽക്കുമ്പോൾ യാതൊരു കുഴപ്പമില്ല. കാരണം ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഈ സംഘടന ഒരു കാരണവശാലും അവരൊരു തീവ്ര സ്വഭാവമുള്ള ഒരു സംഘടനയാണ്, മതസംഘടനയാണ് എന്നുള്ളത് ഒരിക്കലും പറയാൻ പാടില്ല എന്നുള്ളത് ആര് പറഞ്ഞു? സഖാവ് നമ്മുടെ പിണറായി വിജയൻ സഖാവ് പറഞ്ഞത് നമ്മൾ കേട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു ജമാഅത്ത് ഇസ്ലാമിയെ തീവ്രവാദി സംഘടന അല്ല എന്നുള്ളത് ഇതിനു മുമ്പ് ഈ ഗോവിന്ദ മാഷ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ CPM പല നേതാക്കന്മാരും മരിച്ചുപോയ കൊടിയേരി ബാലകൃഷ്ണൻ വരെ പറഞ്ഞിട്ടുണ്ട്. സുധാകരൻ പോലും അത് തുറന്നു പറയുന്നുണ്ടല്ലോ ഇപ്പം. കാരണം അവരെ കൂടെ പോയതും അവരെ ഓഫീസിലിരുന്ന് ചർച്ച ചെയ്തതും അവരെ വോട്ട് വാങ്ങിയതിന് ശേഷം അവർക്ക് നന്ദി കൊടുത്തതും അവരെ കൂടെ ഞങ്ങളെ കൂടെ അവർ പ്രകടനം നയിച്ചതും ആഘോഷങ്ങളിൽ പങ്കെടുത്തതും ഒക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്ന് വ്യക്തമായിട്ട് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. എന്നിട്ടും ഈ മനുഷ്യന്മാരെ കണ്ണ് ഇരുട്ടാക്കിയിട്ട് പൊട്ടനാക്കാണ് ഇയാൾ ചെയ്യുന്നത്, ഈ ഗോവിന്ദ മാഷ് ചെയ്യുന്നത്. എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യം? അവരവരെ വഴിക്ക് വിടുക. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് സുന്നികളെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ആശയപരമായി ഞങ്ങൾ ഭയങ്കര എതിർപ്പുള്ള ആളുകളാണ്. അത് ഞങ്ങളെ പ്രിയപ്പെട്ട കുഞ്ഞാപ്പ പറഞ്ഞതുപോലെ അത് രാഷ്ട്രീയത്തിൽ നിങ്ങൾ കൊണ്ടുവരണ്ടാന്ന്. ഞങ്ങൾ ആശയപരമായിട്ട് ഞങ്ങൾ അവരുമായിട്ട് പല കാര്യത്തിലും വിയോജിപ്പുണ്ട്. അത് ഞങ്ങൾ അങ്ങനെ തന്നെ. അത് ഇന്ന് അന്നേരം തുടങ്ങിയതല്ല. അത് അതിൻ്റെ ഉത്ഭവം തൊട്ട് തുടങ്ങിയാണ്. അതങ്ങനെ തന്നെ പോയിക്കോട്ടെ. എല്ലാം നിങ്ങൾ അതിൻ്റെ വെറുതെ കാര്യമില്ല. രാഷ്ട്രീയത്തിൽ കൊണ്ടിട്ട് ഇതുവരെ നിങ്ങൾക്കില്ലാത്ത വല്ലാത്തൊരു പുകിലും വല്ലാത്തൊരു ബേജാറും വല്ലാത്തൊരു ആശങ്കയും ഇപ്പം എന്തിനാണെന്ന് അതിൻ്റെ ആവശ്യം? അതാണല്ലോ ജനങ്ങൾ ചോദിക്കുന്നതാണ്. ഇത്രയും കാലം നിങ്ങളെ കക്ഷത്തിരുന്ന് ഈ